Hey guys, it's me IMAD ALDIN and welcome back to another great new video. So, നമ്മുടെ എക്സാംസ് ഒക്കെ ഇങ്ങനെ അടുത്ത് വരാണല്ലേ. സോ ആ എക്സാംസ് ഒക്കെ അടുത്ത് വരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അതായത് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്കും അതുപോലെ തന്നെ എനിക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾ അറിയേണ്ട അതിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ എക്സാംസ് എന്നാണ് നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ് നമ്മുടെ എക്സാം തുടങ്ങുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. എന്നിട്ട് അതിനുശേഷം എന്ത് പഠിക്കണം, അതുപോലെ തന്നെ എന്ന് പഠിക്കണം, എത്രത്തോളം ഒരു ദിവസം പഠിക്കണം, അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ നോക്കിയിട്ട് ഓരോ ദിവസം എത്രത്തോളം പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് റെഡിയാക്കി ഇത് വെക്കുക. ആ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി കളയാൻ ടൈമില്ല. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻഡായിട്ട് നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ എക്സാമിന് മുമ്പായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചു തീർത്ത് നമ്മുടെ എക്സാം നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റഡി പ്ലാൻ കറക്റ്റായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുക. ആൻഡ് രണ്ടാമത്തെ കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് മുമ്പ് വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡായി വന്നിട്ടുണ്ടാകും. ഓരോ പ്രാവശ്യം ചിലപ്പോൾ 2-3 പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡായി ചോദിച്ചു നോക്കിയിട്ടുണ്ടാകും. സോ ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സോ ആ ഒരു ടോപ്പിക്കും കാര്യമാണ് കറക്റ്റായിട്ട് പഠിച്ച് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ അറിയാം ഏതൊക്കെ പാർട്സാണ് ഇമ്പോർട്ടൻറ്റ്, ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. സോ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഒരു 3 ഇയേഴ്സിൻ്റെയൊക്കെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്സാണ് ഇമ്പോർട്ടൻറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം വേണം ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. സോ അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ലീപ്പ് എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും വിചാരിക്കും നമ്മൾ പരീക്ഷ ടൈം കൂടുതൽ നേരം ഇരുന്ന് പഠിച്ച്, രാത്രി ഇരുന്ന് പഠിച്ച്, ഉറക്കം വെച്ചിരുന്ന് പഠിച്ച് എന്നുള്ളതൊക്കെ. ബട്ട് അതൊന്നല്ലാതെ കറക്റ്റായിട്ടുള്ള സ്ലീപ്പ് എടുത്ത് കറക്റ്റായിട്ട് ഉറങ്ങിയിട്ട് പഠിക്കുക എന്നതാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഉറങ്ങുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടുക എന്നുള്ളത് നമ്മുടെ ബോഡിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. സോ ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടിയെങ്കിൽ നമ്മുടെ ഫോക്കസ് പോവും, അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ പോവും, അതുപോലെ തന്നെ നമ്മുടെ മോട്ടിവേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. സോ കറക്റ്റായിട്ട് ഒരു 7 to 8 hours എങ്കിലും നമ്മൾ സ്ലീപ്പ് എടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളിരുന്ന് പഠിക്കുക. സോ എത്രത്തോളം വന്നാലും നമ്മുടെ സ്ലീപ്പിൽ നമ്മൾ ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യരുത്. സോ അതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് നാലാമത്തെ ഒരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, പക്ഷേ നമ്മളാരും ശ്രദ്ധ കൊടുക്കാത്ത ഒരു കാര്യമാണ് സ്ട്രെസ് എന്നുള്ളത്. അതായത് എക്സാമിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ചിലർക്ക് വളരെയധികം സ്ട്രെസ് ഉണ്ടായിരിക്കും, ചിലർക്ക് വളരെ പേടി ഉണ്ടായിരിക്കും, ചിലർക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. സോ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ടെൻഷൻ കാര്യങ്ങളൊക്കെ കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഓവറായിട്ട് സ്ട്രെസ്സ് ചെയ്ത് ഓവറായിട്ട് ടെൻഷൻ എടുത്ത് ആ ഒരു നമ്മുടെ എനർജി മൊത്തം അതിലോട്ട് പ്രൊവൈഡ് ചെയ്യാതെ നമ്മൾ നമ്മുടെ സ്റ്റഡീസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്ട്രെസ്സ് നമ്മൾ കുറക്കുക. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുക, നമ്മളിടയ്ക്ക് നടക്കാൻ പോവുക, അതുപോലെ തന്നെ ഓടാൻ പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഗെയിംസിൽ ഏർപ്പെടുക. ഇതൊക്കെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്ലീപ്പ് എന്നുള്ള കാര്യം സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേറെ കാര്യമാണ് ഫോക്കസ് ഓൺ യുവർ ഫൈനൽ ഗോൾ എന്നുള്ളത്. അതായത് എത്ര തന്നെ നമ്മൾ എന്ത് എക്സാം വന്നാലും നമ്മുടെ ഫൈനൽ ഗോൾ ഒരിക്കലും നമ്മൾ മറക്കാതിരിക്കുക. സോ നമ്മുടെ ഫൈനലായിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അത് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. സോ നമ്മുടെ ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ മറക്കാതിരിക്കുക. സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് നിങ്ങളുടെ എക്സാമിനൊക്കെ ഓൾ ദ ബെസ്റ്റ്.